ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹന്നാസ് വേൾഡ്. റഷ്യൻ വ്ളോഗിൻ്റെ ഇന്ന് 6ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ പോകുന്നത് റഷ്യൻ സർക്കസ് കാണാൻ വേണ്ടിയാണ് കേട്ടോ. നല്ല അടിപൊളി സർക്കസാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. റഷ്യൻ വീഡിയോസും എൻ്റെ എല്ലാ വീഡിയോസും എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ വലിയൊരു ഒരു ഷോപ്പിംഗ് മാൾ പോലുള്ളൊരു മാളാണ് കേട്ടോ. ആ മാളിനകത്താണ് ഈ ഒരു സർക്കസ് നടക്കുന്നത്. ഞങ്ങൾ ചെല്ലാൻ തന്നെ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സർക്കസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരുന്നത് കൊണ്ട് വേഗം കയറി നമ്മൾ പോവുകയാണ്. ഒരു 15 മിനിറ്റ് നമ്മൾ ലേറ്റ്, 15 അരമണിക്കൂറാണോ ലേറ്റ് ആയെന്ന് അറിയത്തില്ല, തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ലാസ്റ്റ് സീറ്റാണ് കിട്ടിയത്. ഫ്രണ്ടിലിരിക്കാനുള്ള ഒരു ടിക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ വരും. അപ്പോൾ അതിൻ്റെ നമ്മൾ ചെന്നിരുന്നപ്പോൾ തന്നെ നമ്മളെ കണ്ണിന് കുളിർമയേകുന്ന തരം സംഭവങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ലേഡി അതിൻ്റെ രണ്ട് ഒരു കയറിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഊഞ്ഞാല് പോലെ ആടുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും കയറി ഇരുന്നിട്ട് ബാക്കിയുള്ള നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. എന്താ എങ്ങനെയാണെന്ന് ഞാനിങ്ങനെ ഇതായിട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഓൾറെഡി ഒരു ഷോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം സ്റ്റേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര വലിയൊരു ഓഡിറ്റോറിയമാണ്. അപ്പം ഒരു ഷോ കഴിഞ്ഞപ്പം 2 പേര് നമ്മുടെ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് അവർ ഭയങ്കര വലിയ കോമഡികൾ റഷ്യൻ ഭാഷയിൽ പറയാൻ കേട്ടോ. എല്ലാവരും കൈയടിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ അതിൻ്റെ താഴെ മെയിൻ ഫ്ലോറിൽ അതിൻ്റെ അവർ എന്തൊക്കെയോ അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ളത് കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ലൊരു പ്രോഗ്രാം തുടങ്ങാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. നല്ല അടിപൊളിയായിരിക്കും. ഇതിൻ്റെ വോയിസ് കേൾക്കാൻ നല്ല സൂപ്പറാണ്. അപ്പം നമുക്ക് ഈ ഒരു ഡാൻസ് കാണാമേ. നല്ലൊരു സൂപ്പർ ഡാൻസായിരുന്നു കേട്ടോ ഇപ്പോൾ കഴിഞ്ഞിരുന്നത്. ഞാൻ കറക്റ്റ് ഓഡിയോ ഇടാത്ത കോപ്പിറൈറ്റ് കിട്ടുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് ആ ഒരു വോയിസ് കൊടുക്കാത്തത് കേട്ടോ. അതിന് ശേഷം അതിൻ്റെ ഒരു വലിയൊരു കഴിവുള്ളൊരു മനുഷ്യനാണ് ഇപ്പോൾ വന്നറിയുന്നത്. പുള്ളിയുടെ ഒരു കോമഡി, പുള്ളി എല്ലാവരും ചിരിപ്പിക്കാൻ ഭയങ്കര ഒരു കഴിവുള്ളൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയത്. ഒന്ന് കണ്ടു നോക്കട്ടോ.
കോമഡി ആണല്ലേ, ഒരാപ്പിൾ അത്രയും ദൂരത്ത് തരുമ്പോൾ വേനയില്ലേ. നല്ല രസമുണ്ടല്ലേ. മത്തങ്ങ കേട്ടോ ഇനി. അപാരം കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും ഒരു വലിയൊരു നല്ല സൂപ്പർ ഡാൻസിലോട്ട് നമുക്ക് പോകുന്നു. അപ്പോൾ കണ്ടില്ലേ എന്ത് ഭംഗിയാലേ ഡാൻസ് കാണാൻ വേണ്ടി. ഡാൻസിലുപരി അവരുടെ ഒരു കഴിവാണ്. എന്ത് രസമാണ് കാണാൻ. ആ കസേരയൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. അപ്പം നല്ല സൂപ്പർ ഡാൻസായിരുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് അടിപൊളി വേറൊരു സംഭവത്തിലോട്ട് പോകാം. ഇത് ഞാൻ പകുതി തൊട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഫുള്ളാകുമ്പോൾ ഒരുപാട് ടൈമായി പോവും, കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട്. അപ്പോൾ ഇതൊരു കല്യാണത്തിൻ്റെ ടീമായിട്ടാണ് വന്നത് കേട്ടോ. ഒരു ചെറുക്കനും പെണ്ണുമായിട്ട് കല്യാണത്തിൻ്റെ തീമായിട്ടാണ് വന്നത്. അവരുടെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്.
വേണ്ടി അടുത്തൊരു ഷോ വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഓരോ ടീംസാണ് കേട്ടോ, ഓരോ ടീംസായിട്ടാണ് ഈ ഒരു ഷോയും കാണിക്കുന്നത്. ഈ ഒരു ഷോ ഒന്ന് കണ്ടു നോക്കി കേട്ടോ. അവൻ ഇറങ്ങാനായിട്ട് ചൊറിയുന്നുണ്ട്. ഇവിടെ നോക്ക്, ചൊറിയുന്നു. വരുന്നു വടിയും കൊണ്ട് ഒരാള്. എന്ത് കഴിവുള്ള പട്ടിക്കുട്ടികളാണല്ലേ. ഇങ്ങനെയും പട്ടികളുണ്ടോയെന്ന് തന്നെ അതിശയിച്ചു പോകും. അത്രയ്ക്ക് സൂപ്പറായിരുന്നു കേട്ടോ ഇവരുടെ ഒരു കളികളും കാര്യങ്ങളൊക്കെ. അതേപോലെ ഒരു പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അതുങ്ങളെല്ലാം കുരയ്ക്കുന്നത് വരെ ഒരേപോലെ. അപ്പം അതുങ്ങൾക്ക് ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്, അതെല്ലാം കൃത്യമായിട്ട് അവർ ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഒരു ഭയങ്കര നമ്മളെ അതിശയിപ്പിക്കുന്ന ടൈപ്പ്. ഈ ഒരു ബ്ലാക്ക് കിടന്ന് കളിക്കുന്നത് കണ്ടോ, എന്ത് രസമല്ലേ. ശരിക്കും ഇത് കാണാൻ പറ്റിയ ഭയങ്കര ഒരു ഇതായിട്ട് തന്നെ തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു. പപ്പികളുടെ സർക്കസ് കഴിഞ്ഞ ഉടനെയായിരുന്നു പാരറ്റ്സിൻ്റെ, തത്തകളുടെ ഒരു സർക്കസ് തന്നെയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇച്ചിരി ക്ലാരിറ്റി കുറഞ്ഞു പോയി. ചാർജ് തീർന്നുകൊണ്ട് വേറെ ഫോണിലായിരുന്നു എടുത്തത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞു പോയി. നമ്മളിതുപോലെ കുറേ ബാക്കിലായിരുന്നു. അപ്പോൾ ഫോൺ മാറ്റി പിടിച്ചതിൻ്റെ ചെറിയ പ്രശ്നം വീഡിയോയ്ക്ക് വരുന്നുണ്ട് കേട്ടോ, ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നന്നായിട്ട് വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നോക്കി എല്ലാവരും തലയിൽ ഓരോ തത്ത വെച്ചിട്ട് ഇരിക്കുകയാണ്, പല കളർ ടൈപ്പുള്ളത്. അപ്പോൾ അതുങ്ങളെല്ലാം കരയുന്നുണ്ട് ഇടയ്ക്ക്. അതുങ്ങൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അനുസരണയുള്ള എന്തോരം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള തത്തകളാണെന്ന് ഓർത്ത് വയ്ക്കുക. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു ഷോയൊക്കെ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡാൻസായിരുന്നു, 2 പേരുടെയായിരുന്നു. ഒരു ലേഡി, ഒരു പുള്ളിയായിട്ടുള്ളതായിരുന്നു. അതിന് അത്ര ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഡാൻസായിരുന്നു ഇത്.
തിന്നാൻ കൊടുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ കൊടുത്താലേ നിങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ കണ്ടില്ലേ കുതിരേൻ്റെ ഡാൻസ് എങ്ങനെയുണ്ട്, നല്ല അടിപൊളിയല്ല. അതിന് ഫുഡ് ഇതുങ്ങൾക്കെല്ലാം ഫുഡ് കറക്റ്റായിട്ട് കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു പരിപാടി കാണാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു സർക്കസിലെ വിശേഷം. ഞങ്ങൾക്ക് ഏറ്റവും ബാക്കിൽ കിട്ടിയത് കൊണ്ടാണ് ക്യാമറ ക്ലാരിറ്റി വളരെ കുറഞ്ഞു പോയത്. അതുകൊണ്ട് ഞാൻ കൂടുതലുള്ള വിഷ്വൽസ് ഇടുന്നില്ല. അപ്പം ഇത്രയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ലേറ്റ് ആയതുകൊണ്ട് കുറേ നമ്മുടെ വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ ഇനി ഇതൊക്കെ ഈ ഓരോന്ന് ചെയ്തിരിക്കുന്ന ഓരോ ഗ്രൂപ്പ് വൈസ് ആയിട്ടാണ് കേട്ടോ. അപ്പം അവരെല്ലാവരും ലാസ്റ്റുള്ളൊരു എൻട്രിയാണിത്. അങ്ങനെ അതുകൊണ്ട് ഇവരൊക്കെയാണ് നമ്മുടെ ഈ ഒരു വലിയൊരു സർക്കസും കാര്യങ്ങളൊക്കെ ചെയ്തത്. ലാസ്റ്റത്തെ ആ ഒരു ഹീറോ എന്ന് പറയുന്ന ആൾ പുള്ളി വന്നിട്ടുണ്ട്, ഫസ്റ്റ് വന്ന മനുഷ്യൻ. എനിക്കതാണ് ഏറ്റവും ഇഷ്ടമായത്. എല്ലാം നല്ലതായിരുന്നു, ഒന്നിനൊന്നിനും മെച്ചം, ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങളായിരുന്നു കേട്ടോ. ഓരോന്നും എടുത്ത് പറയുകയാണെങ്കിൽ എല്ലാം നല്ല കഴിവുള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ ആ ഒരു വിഷമത്തിൽ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നും ചെയ്യുന്നത്
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വലിയ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. അടുത്ത റഷ്യൻ വീഡിയോസിനായി കാത്തിരിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.